വിശുദ്ധരും കുട്ടികളും എന്ന ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ കളിക്കാനായിട്ട് മറ്റു കുട്ടികൾ കൂടെ കൂട്ടുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. കളികളിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി അത്രമാത്രം ടോപ്പായിരുന്നില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ പല കുട്ടികളും വിചാരിക്കണത് അനങ്ങാതെ കുത്തിരുന്നാൽ മതി, കാര്യങ്ങൾ അധികമൊക്കെ ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വിശുദ്ധയാകാം എന്നുള്ളതാണ്. അങ്ങനെയല്ല. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് ധാരാളം കഴിവുകളുണ്ടായിരുന്നു. കൊച്ചുത്രേസ്യ പുണ്യവതി നിരവധി കവിതകൾ എഴുതുമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ കഴിവ് കിട്ടണേ. മഞ്ഞുതുള്ളികൾ എന്നുള്ള കവിത എഴുതിയിട്ടുണ്ട്. സ്നേഹത്താൽ ജീവിക്കുക എന്നുള്ള കവിത എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കവിതകൾ ധാരാളം എഴുതിയ വിശുദ്ധയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ ശൈശവ സ്മരണകൾ, ഇപ്പം നമ്മൾ ആത്മകഥയെക്കുറിച്ച് പറഞ്ഞു, പേര് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. നവമാലിക. കത്തോലിക്ക തിരുസഭയിൽ ഇത്രമാത്രം സ്വാധീനിക്കപ്പെട്ട ഒരു ആത്മകഥയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുന്നതിൽ അഗ്രഗണ്യയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. അതോടൊപ്പം തന്നെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ഈ വിശുദ്ധയ്ക്ക് അറിയാമായിരുന്നു. കപ്പേളയിലെ ചുവർ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് സാധിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഇനി അറിയേണ്ട മറ്റൊരു കാര്യം എന്താണ്? നാടകത്തിൽ അഭിനയിക്കാനൊക്കെ കഴിവുണ്ടായിരുന്നു. ജോൻ ഓഫ് ആർക്കായിട്ടൊക്കെ വിശുദ്ധ കൊച്ചുത്രേസ്യ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകളുണ്ട്. നമുക്കില്ലാത്ത കഴിവുകളെക്കുറിച്ച് പരിഭവം പറഞ്ഞ് നടക്കുന്നതിന് പകരം എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ട കഴിവുകളുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി എഴുതാനായിട്ടുള്ള കഴിവ് പ്രധാനമായിട്ടും ആത്മകഥ എഴുതാനും കവിതകൾ എഴുതാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു. നാടകത്തിൽ അഭിനയിക്കാനുള്ള കഴിവ് വിശുദ്ധരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ വരയ്ക്കാനായിട്ടുള്ള കഴിവ് ചുവർ ചിത്രങ്ങളൊക്കെ കപ്പേളയിൽ വരച്ച് മനോഹരമാക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകളെ തൻ്റേതായിട്ടുള്ള രീതിയിൽ ദൈവപരിപാലനയിൽ അത് ഉപയോഗിക്കുന്നൊരു ശൈലിയാണ്. അപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ വളരെയേറെ തൻ്റെ കഴിവുകളെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഈശോയുടെ നാമത്തിൽ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ തള്ളിക്കയറി ഓടിച്ചെന്നതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ലഭിച്ച അവസരങ്ങൾ ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ വേണ്ടി അതൊക്കെ വളർത്തിയെടുക്കാനും ഉപയോഗിക്കാനും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. ഇനി നമ്മൾ അറിയേണ്ട പ്രാർത്ഥനയുടെ രീതിയിലുള്ളൊരു കഴിവ് വിശുദ്ധ കൊച്ചുത്രേസ്യ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ വളരെയേറെ എല്ലായ്പ്പോഴും നാം കേൾക്കുന്ന ഒരു അത്ഭുതം, ഫ്രൻസീനി എന്നുള്ള ഒരു ഘാതകൻ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ ധാരാളമായിട്ട് പ്രാർത്ഥിക്കുകയും ഫ്രൻസീനി മാനസാന്തരപ്പെടുകയും ചെയ്തത് നാം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കുട്ടികളാണ്, സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള വലിയൊരു മേഖല, മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ള വലിയൊരു മേഖല അത് തുറന്ന് കിടക്കുകയാണ് നിങ്ങളുടെ മുൻപിൽ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, ആഗ്നസമ്മ അബ്ബേ ബെയ്യർ എന്നുള്ള ഒരു മിഷണറി വൈദിക വിദ്യാർത്ഥിയെ ആത്മീയ സഹോദരനായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ പഠിക്കുന്ന, ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വൈദിക വിദ്യാർത്ഥിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥന കൊണ്ട് ശക്തി പകരാനായിട്ട് ഒരു ആത്മീയ സഹോദരിയായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയോട് പറയുകയാണ്. അപ്പം നിങ്ങൾ കുട്ടികളാണ് എന്നത് ശരിയാണ്. നിങ്ങൾക്ക് ധാരാളമായിട്ട് പ്രാർത്ഥന കൊണ്ട് അനേകരെ ബലപ്പെടുത്താൻ സാധിക്കും. ഇപ്പം എന്നെപ്പോലെയുള്ള അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, വികാരി അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, കണ്ടുമുട്ടുന്ന നിങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന വൈദികരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അനേകർക്ക് പ്രാർത്ഥന കൊണ്ട് ശക്തി പകരാനായിട്ട് കഴിവും പ്രാപ്തിയും ഉള്ളവരാണ് നിങ്ങൾ.
വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ ധാരാളമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കാനും മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ അനേകരെ ബലപ്പെടുത്താനും കുട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് കഴിയുമെന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകൾ വ്യത്യസ്തമാണ്. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഈ കഴിവുകളെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി കവിത എഴുതാനായിട്ട്, ചിത്രം വരയ്ക്കാനായിട്ട്, നാടകത്തിൽ അഭിനയിക്കാനായിട്ട്, ആത്മകഥ എഴുതാനായിട്ടൊക്കെ ദൈവം തനിക്ക് നൽകിയ കഴിവ് അത് പരമാവധി ഉപയോഗിച്ച വ്യക്തിയാണ്. ഇതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകുന്ന കഴിവുകൾ പരമാവധി വികസിപ്പിച്ചെടുത്ത് ദൈവനാമത്തിൽ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ വലിയൊരു പ്രത്യേകതയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. വൈദികർക്ക് വേണ്ടി വളരെ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് ബദ്ധശ്രദ്ധയായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പഠിക്കുന്ന നമ്മൾ വൈദികർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ താല്പര്യപൂർവ്വം തയ്യാറാകുന്ന കുട്ടികളാണെങ്കിൽ വളരെയേറെ നല്ലതാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ കാണുന്ന തിന്മകൾ വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചിരുന്നു എന്നത് നമുക്കറിയാം. ഫ്രൻസീനി എന്ന ഘാതകന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെട്ട സംഭവം നമ്മൾ വായിക്കുന്നു. അനേകം തിന്മകൾ നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ടെങ്കിലും അതിനെതിരെ കുട്ടികൾക്ക് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയിട്ടാണ് ഈ ഒരു മേഖല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശുദ്ധ കൊച്ചു ത്രേസ്യയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് വഴി നമുക്ക് സാധിക്കട്ടെ.